അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാബുൻ നഫഖത്തി അലൽ ഇയാൽ. പെഞ്ഞൈ മക്കൾക്ക് ఖర్చు കൊടുക്കടെ ഇതൊക്കെ പ്രതിഫലമുള്ള കാര്യങ്ങൾ എന്ന് വിവരിച്ചു വന്നുകൊണ്ടുള്ള 36ാമത്തെ ബാബായിട്ട് ഇതിൽ 3 ക്ലാസ് ഞങ്ങൾ വിശദീകരിച്ചിട്ടേത്ത്. അപ്പോൾ ഇതൊക്കെ പ്രതിഫലമുണ്ട്. പെഞ്ഞൈ മക്കൾക്ക് ఖర్చు കൊടുക്കടെ, അങ്ക് ചെലവ് കൊടുക്കടെ, അങ്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടത് അതൊക്കെ പ്രതിഫലമുള്ള കാര്യങ്ങൾ എന്ന് വിവരിക്കടെ. അവിടെ അത് ഒരാൾ ചെയ്തില്ലെങ്കിലോ അതും തെറ്റായ കാര്യം തന്നെ ഏറ്റിക്കടെ. ഇപ്പോൾ ഈ ഇന്ത്യ വിവരിക്കോ വേണ്ടത് നീ നോക്കറോ, അവൻ ഏറ്റവും കൂടുതൽ അവൻ ചെലവാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ അവൻ പരിഗണിക്കേണ്ടത് അവൻ്റെ പെഞ്ഞൈ മക്കളെ കാര്യം ഏറ്റിക്കട്, പിന്നെ ആയിട്ടിക്കട് റായത്തങ്ങളെ കാര്യം, പിന്നെ ആയിട്ടിക്കട് സ്വതക്ക എന്നുള്ളത്. അപ്പോൾ മറ്റുള്ളതൊക്കെ ഉത്തര പെഞ്ഞൈ മക്കളെ പട്ടിണിയാക്കിയിട്ട് അങ്ക് കൊടുക്കാണ്ട്, അങ്ങനെ ആവശ്യത്തിനൊന്നും കൊടുക്കാണ്ട് പിന്നെ എത്ര സ്വതക്ക കൊടുത്തിട്ട് എന്ത് കാര്യമില്ലേ? ആദ്യമായി ചെയ്യേണ്ടത് അവൻ്റെ വീട്ടിൽ വെച്ചായിട്ട് അവൻ്റെ ബാപ്പ ഉമ്മ അവൻ്റെ പെഞ്ഞൈ മക്ക അങ്ങ് ఖర్చు കൊടുക്കണം, അങ്ങനെ നോക്കണം. 294ാമത്തെ ഹദീസ്. വൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂതു. എന്തായിട്ട് ഈ ഹദീസിൽ ചെന്നത്, ഒരു മനുഷ്യക്ക് തെറ്റായ കാര്യം ദോഷമായിട്ട് എന്തിനു അവൻ ഭക്ഷണം കൊടുക്കേണ്ട ആളുമാരെ ലായിയാക്കി വിട്ട് അങ്ക് കൊടുക്കാണ്ട് അങ്ങനെ നട്ടം തിരിക്കല്, അങ്ങനെ പൈപ്പാട്ട് അങ്ക് വേണ ഇത് കൊടുക്കില്ല. ഇത് തന്നെ ഒരു മനുഷ്യക്ക് ദോഷത്താൽ അവനക്ക് മെയ്യാവൂ. അപ്പോൾ അവൻ്റെ ആശ്രയിച്ച് ജീവിക്കലേ അവൻ്റെ പെഞ്ഞൈ മക്ക. അപ്പോൾ അങ്ങനെ പട്ടിണിക്കിട എന്നുള്ളത് അത് തെറ്റായിട്ടിക്കല്. അപ്പം അങ്ങനെ നോക്കണം. ഹദീസുൻ സ്വഹീഹുൻ റവാഹു അബൂ ദാവൂദ് വഗൈറുഹു വറവാഹു മുസ്ലിം ഫീ സ്വഹീഹ് മിമാന ഖാല കഫാ ബിൽ മർഇ ഇത്മൻ അൻ യഹ്ബിസ് അമ്മൻ യംലികു ഖൂതഹു. ഇതേ സെയിം ഹദീസ്, ഇതേ മായനാക്കുള്ള ഹദീസ് എന്നായിട്ട് ഒരു മനുഷ്യക്ക് തെറ്റാൽ അവനുമേ എന്താണെങ്കിൽ അവൻ്റെ കൂത്തു, അതായത് ആഹാരങ്ങൾ അത് വെച്ചിട്ട് ഈ മക്കൾക്ക് കൊടുക്കില്ല എന്നുള്ളത്. അങ്ങനെ കൊടുക്കില്ല, അങ്ങനെ നോക്കില്ല. എത്ര പേരെ സതക്കയാക്കിയിട്ടും എത്ര പേരെ നല്ല കാര്യമാക്കിയിട്ടും ഫായദയില്ല. ഫസ്റ്റ് അവൻ്റെ പെഞ്ഞൈ മക്കൾക്ക് അവൻ്റെ ബാപ്പ ഉമ്മ ఖర్చు കൊടുക്കൽ നിർബന്ധമായെങ്കിൽ താൽമാർഗം അവൻ ചെലവ് കൊടുക്കണം. 295ാമത്തെ ഹദീസ്. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. എല്ലാ നാളും സുബഹി സമയത്ത് 2 മലക്കുകൾ ഇഞ്ഞു വണ്ടർ. ഫയഖൂൽ അഹദുമാ, അതിൽ നിന്ന് ഒരു മലക്ക് ചൊല്ലി അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫൻ, പടച്ചവനെ ചെലവാക്കടക്ക് അതുക്ക് ബദൽ നീ കൊടുക്കണം. അപ്പുറത്ത് 100 രൂപ ചെലവാക്കുമ്പോൾ അള്ളാഹു താല ആ 100 രൂപ വേറൊരു തെരലോട് തന്നെ. വയഖൂലുൽ ആഖിർ, അപ്പൊ മറ്റേ മലക്ക് ചൊല്ലി അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, ചെലവാക്കാൻ പിടിച്ചു വെക്കണവനക്ക് നീ നാശത്തെ കൊടുക്കണം. മുത്തഫഖുൻ അലൈഹി. അപ്പൊ എല്ലാ നാളും സുബഹി നേരത്ത് 2 മലക്ക് എഴുതി, ഒരു മലക്ക് പടച്ചവനെ ചെലവാക്കടവനക്ക് പിന്നെയും യാറോ കൊടു എന്ന് ദ്വാരക്ക്, മറ്റൊരു മലക്കോ ചെലവാക്കാൻ പിടിച്ചു വെക്കടവനക്ക് നാശത്തെ കൊടു എന്നായിട്ട് ദ്വാരക്ക്. അപ്പോൾ ഞങ്ങൾ ചെലവാക്കുമ്പോഴത്തേക്കും അതുക്ക് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ബദൽ പിന്നൊരു തെരലോട് കൂടെ തണ്ടായിരുന്നു. 296ാമത്തെ ഹദീസ്. വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ ഹദീസ്. അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ യദുൽ ഉൽയ ഖൈറും മിനൽ യദിസ് സുഫ്ല. മേലെയായ കൈ അത് കീഴുള്ള കൈയേക്കാൾ ഖൈറായിട്ടിരിക്കുന്നത്. കീഴുള്ള കൈ എന്ന് എടുത്തുള്ളത് കൊടുക്കുന്നതായിട്ടിരിക്കുന്ന മേലെയായ കൈ. അപ്പൊ സദഖ കൊടുക്കുക എന്നുള്ളത് അതായിട്ടിരിക്കുന്ന ഖൈർ എടുത്തുള്ളതിനേക്കാൾ. വബദ് നീ തുടങ്ങണം ബിമൻ തഊലു, ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾമാരില്ലേ, പെഞ്ഞൈ മക്ക ബാപ്പ ഉമ്മ, അങ്ങനെ കൊണ്ടായിട്ടിക്കട തുടങ്ങേണ്ടത്. വഖൈറു സദഖതി, സദഖയിൽ വെച്ച് ഏറ്റവും ഖൈറാത് മാ കാന ലഹരി ഗിനാൻ. ലഹരി ഗിനാൻ ചെന്നെങ്കിൽ ഇതിനെ സംബന്ധിച്ചായിട്ട് വിശദീകരിക്കുന്നവിടെ ഈ ലഹറ് ഗിനാൻ ചെന്നെങ്കിൽ ഓൻ്റെ പെഞ്ഞൈ മക്കളെല്ലാം പട്ടിണിയാക്കി അങ്ങൊന്നും ഇല്ലാണ്ടാക്കി കൊടുക്കുന്നതല്ല, എല്ലാം കൂടി കൊടുക്കടേ. അപ്പൊ പെഞ്ഞൈ മക്ക അങ്ങല്ല പിന്നെ എന്തൊക്കെ ഓനിപ്പോൾ എല്ലാം കൂടി കൊടുത്താൻ വെക്കുക. സ്വതൊക്കെ വെക്കുമ്പോൾ എല്ലാം കൂടി കൊടുത്തിട്ട് പിന്നെ ഓനക്ക് എഴുതിക്കേ പടച്ചോൻ അത് അത്ര കൊടുത്തതായില്ല, നാത്തെല്ലാം ബാക്കി വെക്കണത്. അല്ലെ ഓനെല്ലാം കൂടി കൊടുത്തിട്ട് ഓൻ്റെ മക്കൾക്കും ഓൻ്റെ പെഞ്ഞയും മക്കൾക്കും എന്തും ഇല്ല. അങ്ങനെ ഒരു പിന്നെ ഒരാളെ ആശ്രയിക്കണമെങ്കിൽ അവസ്ഥ വന്നുകൊണ്ട്
ഇങ്ങനെ ബറകുത്തീറ. അപ്പൊ ഇങ്ങക്കുള്ളത് വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് അല്ല, അങ്ങനെ പരിഗണിച്ച് അങ്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളത് അതായിട്ട് സ്വതക്കയിൽ വെച്ച് ഏറ്റവും ഖൈറായത്. ഒത്തൻ ഇഫത്തിനെ തേടിയാൽ അള്ളാഹുവിനെ ഇഫത്തിലാക്കും. ഒത്തൻ ഗിനനെ തേടിയാൽ യുഗനിയില്ല, അള്ളാഹുവിനെ ഐശ്വര്യമാക്കും. എന്നെ ഒരുത്തൻ ഇഫത്ത് ലാഹിറാക്കിയെങ്കിൽ അള്ളാഹുവിന്റെ ഇഫത്തിലാക്കണം. ഇത് ഒരു മനുഷ്യ അവന് ഇല്ല അവന്റെ കയ്യിൽ എന്തെങ്കിലും ആറട്ടവും കേക്കില്ല, ഉല്ലങ്ങളെ പോലെ കാട്ടണം. അതായിട്ട് എന്നാ അള്ളാഹുവിന്റെ ഇഫത്തിലാക്കട്ടെ. പിന്നെ ഒരാളെ കാട്ടണമെങ്കിൽ എത്ര അവസ്ഥ അവനക്ക് വെറുപ്പാട്ടില്ല, കേൾക്കണമെങ്കിൽ എത്ര അവസ്ഥ അവനക്ക് വെറുപ്പാട്ടില്ല. യുഗനിയില്ല, ഒരുത്ത എന്തും ഇല്ല എന്നാ ഉല്ലങ്ങളെ പോലെ അവൻ കാട്ടുക. എന്നാ അള്ളാഹു അവനക്ക് ഐശ്വര്യത്തെ കൊടുക്കുക എന്നുള്ളത് റവാഹുൽ ബുഖാരി. അപ്പൊ ചുരുക്കി ചൊല്ലെങ്കിൽ ഞങ്ങൾ ചെലവാക്കേണ്ടത് ആദ്യം ഞങ്ങളെ പെഞ്ഞി മക്ക കെട്ടിട്ട് അങ്ങനെ പട്ടിണി കെട്ടിട്ടല്ല, അങ്ങനെ കഷ്ടപ്പെടുത്തിട്ടല്ല ഞങ്ങൾ എന്താക്കേണ്ടത്, പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പൊ ആ ഫസ്റ്റ് ഞങ്ങള് ഇതിനെന്താക്കണം, അപ്പൊ എല്ലാം കൂടി കൊടുത്തിട്ട് നീ പിന്നെ ഖേദിക്കണ്ട. അല്ലെ നീന് ഇന്ന സ്വത്തല്ല നീ സദക്കെ കൊടുത്ത, അപ്പൊ പിന്നെ മക്ക പിന്നെ ആരുടെയും കൈ കാട്ട പിന്നെ ആരെ ആശ്രയിക്കേണ്ടി വന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ എല്ലാം കൂടി കൊടുത്തിട്ട് പിന്നെ ഖേദിക്കുമ്പോത്തും എല്ലാം കൂടി കൊടുത്ത പിന്നെ ഖേദിക്കേണ്ടി വന്നു. കുറെ കാലം കഴിയുമ്പോൾ ഞാനത് അങ്ങനെ കൊടുത്ത. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥക്ക് എത്തോ തീറാൻ. എനിക്ക് വലിയ മഹാന്മാരുള്ള വലിയ തവക്കുള്ള ആൾമാർ, വലിയ വലിയ ആൾമാർ, ഒന്നും വെക്കാണ്ട് കൊടുക്കാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലത്തെ ആൾമാർ. പക്ഷെ ആ സ്ഥാനത്ത് അത്രക്കും ഈമാനും പവറല്ല തന്നെങ്കിൽ എല്ലാം കൂടി കൊടുക്കടേ എന്നുള്ളത് ചൊല്ലാം. അതേ സമയത്ത് അത്രക്കും സ്ഥാനം കഴിവ് ഈമാൻ ഇല്ലാത്ത ആൾമാർ എന്തിനായിരിക്കുന്നത്, ആ ഒർക്കത്തെ പോർസിലുള്ള കൊടുക്കുന്നത് പിന്നെ ഖേദിക്കുന്നത്. പക്ഷെ ഞാനത് അങ്ങനെ കൊടുക്കത്തീറന്ത്, ഞാനത് അങ്ങനെ ആക്കത്തീറന്ത്, ഞാനത് ഇങ്ങനെ ആക്കണേന്ത്, ഇന്റെ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്തില്ല, എന്റെ പെഞ്ഞയ്ക്ക് എന്തില്ല, ഇങ്ങനെ ഖേദിക്കണേക്ക്. അങ്ങനെ ഖേദ പണ്ടേന്റെ തെല്ല് കൊടുക്കരുതല്ലേ നല്ലേ അതായിട്ടിക്കട്. അപ്പൊ എന്താക്കുന്നെങ്കിൽ ഇങ്ങക്കുള്ള ആവശ്യത്തുള്ള വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക. അതായിട്ടിക്കട് ഹദീസില് അർത്ഥം. അങ്ങനെ ആയിട്ടിക്കട് ചെയ്യേണ്ടത്. അപ്പോ ഈ ലാസ്റ്റ് ചൊന്ന ഹദീസിൽ നിന്ന് എന്താ മനസ്സിലാവുള്ളൂ, ഞങ്ങൾ അള്ളാഹുടൊട്ട് എങ്ങനെ അങ്ങനെ ആയിട്ടിക്കട് അള്ളാഹു ഞങ്ങളൊട്ടുന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഉള്ളങ്ങളെ പോലെ നടക്കുക, ഉള്ളങ്ങളെ പോലെ കാട്ടുക, ഞങ്ങൾ സമ്പത്തുള്ളങ്ങളെ പോലെ ജീവിക്കുക. എന്താക്കണ്ട പിന്നെ റാലക്കീൽ എതിർല് താൽഡേക്കത്തെ അവസ്ഥ പറയണ്ട എന്നുള്ളത്. അപ്പൊ അള്ളാഹു താല അങ്ങനെയും ഞങ്ങളൊട്ടുക്കും ആവുക എന്നുള്ളത്. ഞങ്ങൾ എങ്ങനെ അങ്ങനെയും അള്ളാഹു ഞങ്ങളൊട്ടും ആവുക. അപ്പൊ ഇതെല്ലാം ചൊല്ലബ് സുലഭെങ്കിലും അതെല്ലാം പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. അള്ളാഹു അതൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അത്ര നല്ല കാര്യങ്ങൾ അല്ലെ, നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞങ്ങളെ നല്ലത് ചെയ്യുക തൗഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് ഞങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സുകളിൽ ഞങ്ങൾക്ക് വിവരിക്കാം. അപ്പൊ പെഞ്ഞൈമക്ക് കറച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചായിട്ട് ഞങ്ങൾ ചൊന്നത് ഇൻഷാ അല്ലാഹ് ഇനി എന്ത് ബാബുൽ ഇൻഫാഖ് മിമ്മാ യുഹിബ്ബു മിനൽ ജയ്യിദ്, നല്ലത് ചെലവാക്കണം, ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കൊടുക്കണം എന്നൊക്കെ അടുത്ത ബാബുൽ വിവരിക്കുക. കാത് കൊടുക്കുക. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ മറ്റുള്ള എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ആൾമാർക്ക് ഇത് കടത്തി കൊടുക്കുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഫോർവേഡ് ആക്കുക, നീല സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.